എക്സാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഞാൻ ആകെ ഡെസ്പായിരുന്നു. കാരണം ഇത്രയ്ക്ക് ടഫായിരുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. എനിക്ക് മാത്രമാണോ ടഫ്, അതോ എല്ലാവർക്കും ഇങ്ങനെയാണോ, അതൊന്നും അറിയില്ലല്ലോ. സാറിന് ഒരുപാട് പ്രതീക്ഷയുണ്ട്. ഓരോ കുട്ടിയും കഴിവ് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു അധ്യാപനം എന്ന രീതിയിൽ അദ്ദേഹത്തിനൊക്കെ സജഷൻസ് സ്വാധീനം ചെലുത്തിയിട്ടുണ്ടാവും. അറിയാത്തതൊക്കെ ഞാൻ റൗണ്ട് ചെയ്ത് വെക്കും. പക്ഷേ 1 മണിക്കൂർ കഴിഞ്ഞിട്ടും ഒരു 4-5 ക്വസ്റ്റ്യൻ ഞാൻ ഇതുവരെ വായിക്കാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതവിടെ വിട്ടിട്ട് ഞാൻ കെമിസ്ട്രിയിലോട്ട് പോയി. ഹയർ സെക്കൻഡറി സിലബസ് പഠിച്ചിട്ട് ഫുൾ മാർക്ക് കിട്ടിയ കുട്ടി ഒരുപക്ഷെ മെഡിസിൻ എഴുതിയിട്ട് വേണ്ടത്ര റാങ്കിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. കഴിവില്ലായിട്ടല്ല, പഠിക്കുന്ന രീതിയിലുള്ള വ്യത്യാസമാണ്. അറിയുന്നില്ലല്ലോ മൊത്തത്തിലുള്ള എന്താണ് അവസ്ഥ എന്ന്. അപ്പോൾ അന്ന് വീട്ടിലൊക്കെ വലിയ പ്രശ്നമായിരുന്നു, ടെൻഷൻ അടിച്ചിട്ട്. പക്ഷെ പിറ്റേ ദിവസം തന്നെ ബ്രില്യൻ്റ് എന്ന് ഡയറക്ടറും പിന്നെ ഇവിടെ മിസ് ആതിര മിസ്സൊക്കെ വിളിച്ചു. അപ്പോൾ അന്നേരമൊക്കെ മനസ്സിലായി ഒരു അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉണ്ടാവും. പിന്നെ ഫസ്റ്റ് ഇയർ റിസൾട്ട് വന്നപ്പോൾ നല്ല മാർക്ക് സ്കോർ ചെയ്തിരുന്നു. ഇത്ര കാലം നിങ്ങൾ എങ്ങനെ പഠിച്ചു അല്ലെങ്കിൽ ഇവിടെ പഠിച്ചു അതൊന്നും കാര്യമാക്കുന്നില്ല. ഇനി ഈ ഒരു വർഷം നമ്മൾ എടുക്കുന്ന എഫോർട്ട്, ഈ റിസൾട്ട് അവരത് കൂടി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നാടിൻ്റെത് കൂടിയാണ് അഭിമാനം. 2025 നീറ്റ് പരീക്ഷ 26 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ എഴുതിയ നീറ്റ് പരീക്ഷയിൽ രാജ്യാന്തര തലത്തിൽ 109ാം റാങ്കും ഒരു സംസ്ഥാനത്തെ പ്രതിനിധീകരിച്ച് നമ്മുടെ കേരളത്തിന്റെ 1ാം സ്ഥാനക്കാരിയുമായ ദീപ്നിയ രക്ഷിതാക്കളോടൊപ്പം ഇവിടെ ബ്രില്യന്റിൽ എത്തിയിരിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുള്ള ഒരുപാട് കാര്യങ്ങൾ ദീപ്നിയയ്ക്ക് പറയാനുണ്ടാകും. എന്തൊക്കെയാണ്, എങ്ങനെയാണ് ദീപ്നിയ ഈ ഒരു വിജയം കൈപ്പിടിയിൽ ഒതുക്കിയതെന്ന് നമുക്ക് ദീപ്നിയോട് തന്നെ ഒന്ന് ചോദിക്കാം. മോളെ ദീപ്നിയ, ഇതൊരു വലിയൊരു ഹാർഡ് വർക്കിംഗ് ജേണി ആയിരുന്നു അല്ലേ? എങ്ങനെയായിരുന്നു മോൾ ഇത് അച്ചീവ് ചെയ്തത്? ഞാൻ കോഴിക്കോട് ബ്രില്യൻറ്റിലാണ് റിപ്പീറ്റ് ചെയ്തത്. അപ്പോൾ രാവിലെ തൊട്ട് ഉച്ചവരെയോ വൈകുന്നേരം വരെയോ നമുക്ക് ക്ലാസ് ഉണ്ടാവും. ക്ലാസ്സിൽ ടീച്ചേഴ്സ് എടുക്കുന്നത് അന്നന്ന് തന്നെ ഞാൻ പോയിട്ട് ഹോസ്റ്റലിൽ നിന്ന് റിവൈസ് ചെയ്യും. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യും. മോഡൽ എക്സാംസ് എഴുതി നോക്കും. നമ്മുടെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ടല്ലോ, വർക്ക് ബുക്കും സ്റ്റഡി പാക്കേജും ഒക്കെ, അതിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു നോക്കും. മറന്നു പോകുന്ന പോർഷൻസ് ആണെങ്കിൽ അത് സെപ്പറേറ്റ് ഒരു ഡയറിയിലോ അല്ലെങ്കിൽ സ്റ്റിക്കി നോട്ട്സ് ഒക്കെ ആക്കി വെച്ചിട്ട് സ്റ്റഡി ഹോളിൽ ഒട്ടിച്ച് വെക്കും. അപ്പോൾ അതൊക്കെ പിന്നെയും റിവൈസ് ചെയ്യുമ്പോൾ മറന്നു പോകാതെ നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ടാവും. മോഡൽ എക്സാംസ് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അവസാനത്തെ ആ 3 മാസത്തെ എക്സാംസ് എങ്ങനെ എക്സാം ഹോളിൽ നമുക്ക് ടെൻഷൻ ഇല്ലാതെ നമ്മുടെ ഒറിജിനൽ എക്സാമിന് നേരിടാൻ പറ്റും എന്നതിന് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. എങ്കിലും മോനെ, ഇത്രയും വലിയൊരു പ്രിപ്പറേഷൻ നടക്കുമ്പോൾ ഇടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് താഴെ പോയിട്ടുണ്ടാകാം, അയ്യോ ഇനി എന്ത് ചെയ്യുമെന്ന് തോന്നിയിട്ടുണ്ടാകാം. ആ സമയത്തൊക്കെ മോൾ എങ്ങനെയാണ് അതിനെ മറികടന്ന് ഇത്രയും വലിയൊരു വിജയത്തിലേക്ക് എത്തിയത്? എന്തെങ്കിലും ടെൻഷനോ അല്ലെങ്കിൽ സ്ട്രെസ്സൊക്കെ വരികയാണെങ്കിൽ ഒന്നുകിൽ ഞാൻ പേരൻസിനെ വിളിക്കും, അല്ലെങ്കിൽ എൻ്റെ ക്ലാസ് ടീച്ചർ തന്നെയായിരുന്നു എൻ്റെ വാർഡനും, മിസ്സിനോട് സംസാരിക്കും. അപ്പോൾ അവരൊക്കെ തരുന്ന സപ്പോർട്ട് കൊണ്ട്, അല്ലെങ്കിൽ റൂംമേറ്റ്സിനോട് സംസാരിക്കും, അവർക്ക് തരുന്ന സപ്പോർട്ട് കൊണ്ട് മറികടക്കാൻ പറ്റി അത്തരം പ്രശ്നങ്ങളൊക്കെ. മോൾക്ക് ഇവിടെ ബ്രില്യൻറ്റിൻ്റെ സ്റ്റഡി മെറ്റീരിയലും ബ്രില്യൻറ്റിൻ്റെ ബുക്സുകളും ഒക്കെയാണ് റെഫർ ചെയ്തതെന്ന് പറഞ്ഞു. അതിൽ മോൾക്ക് ഏറ്റവും കൂടുതൽ സജസ്റ്റീവായിട്ട് ഞാൻ ഇതാണ് ഉപയോഗിച്ചത് അല്ലെങ്കിൽ ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയതെന്ന് പറയാനായിട്ട് ഒരെണ്ണം ഉണ്ടോ, അതോ എല്ലാ റിസോഴ്സുകളും മോൾ ഒരുപോലെ തന്നെയാണോ ഉപയോഗിച്ചത്? എല്ലാം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാലും വർക്ക് ബുക്കില്ലേ, അതിലിപ്പോൾ ഒരു ചാപ്റ്ററിന് 100ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ അത്രയും ക്വസ്റ്റ്യനിലൂടെ കടന്നു പോകുമ്പോൾ അതിൽ നമ്മൾ മിസ്സാക്കിയ ടോപ്പിക്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്നുകൂടി എടുത്ത് ടെക്സ്റ്റിൽ നോക്കാനൊക്കെ അത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. മോളെ, അതുപോലെ എനിക്ക് തോന്നുന്നു നിങ്ങൾ എഴുതിയ പരീക്ഷ കഴിഞ്ഞ 2-3 വർഷങ്ങളിലെ പരീക്ഷ പോലെ അല്ലായിരുന്നു. വളരെ ഈസി ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് നമ്മൾ കഴിഞ്ഞ ഒരു കൊറോണയ്ക്ക് ശേഷം നമുക്ക് കണ്ടുവരുന്ന ഒരു പാറ്റേൺ അതായിരുന്നു. പക്ഷെ നിങ്ങൾ എഴുതിയ പരീക്ഷ എന്ന് പറയുമ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട്, ഒരുപക്ഷെ ഇച്ചിരി ഒരു ഹാർഡ് ലെവൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു എങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് പോയൊരു പരീക്ഷയായിരുന്നു. അപ്പോൾ ആദ്യം ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ കണ്ട നിമിഷം മോൾ ഒരുപക്ഷെ വളരെ സന്തോഷത്തോടെ ആയിരിക്കില്ല ഓർക്കുന്നത് എങ്കിൽ പോലും അത് എങ്ങനെയായിരുന്നു മോനെ? കഴിഞ്ഞ വർഷം വളരെ ഈസി ആയതുകൊണ്ട് ഇപ്രാവശ്യം അത്രയ്ക്ക് ഈസി ആയിരുന്നു പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ ഇത്രയ്ക്ക് ടഫാന്നും ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നില്ല. ഞാൻ ഫസ്റ്റ് ബയോളജി, പിന്നെ ഫിസിക്സ്, കെമിസ്ട്രി അങ്ങനെയാണ് യൂഷ്വലി എഴുതാറ്. ബയോളജി എഴുതി കഴിഞ്ഞപ്പോൾ സാധാരണ എടുക്കുന്നതിൽ നിന്ന് ഒരു 5-10 മിനിറ്റ് ഞാൻ കൂടുതൽ ഉപയോഗിച്ചു. ലെങ്തി ക്വസ്റ്റ്യൻസ് ആയിരുന്നല്ലോ. അത് കഴിഞ്ഞ് ഫിസിക്സിലേക്ക് പോയപ്പോൾ അതിലെയും ക്വസ്റ്റ്യൻസ് വളരെ ലെങ്തി ആയിരുന്നു. വായിച്ചെത്താൻ തന്നെ കുറേ സമയം എടുത്തു. സാധാരണ ഒരു 1 അവർ കൊണ്ടൊക്കെ എല്ലാ ക്വസ്റ്റ്യനും വായിച്ചിട്ട് അറിയാത്തതൊക്കെ ഞാൻ റൗണ്ട് ചെയ്ത് വെക്കും. പക്ഷേ 1 മണിക്കൂർ കഴിഞ്ഞിട്ടും ഒരു 4-5 ക്വസ്റ്റ്യൻ ഞാൻ ഇതുവരെ വായിക്കാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതവിടെ വിട്ടിട്ട് ഞാൻ കെമിസ്ട്രിയിലോട്ട് പോയി. കെമിസ്ട്രി അത്യാവശ്യം പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെയും ഫിസിക്സിലോട്ട് വന്നു. അപ്പോൾ ആ ഒരു ടെൻഷൻ്റെ ഇടയിൽ കെമിസ്ട്രി എനിക്ക് 2-3 ക്വസ്റ്റ്യൻസ് ഒക്കെ തെറ്റിപ്പോയി.
അപ്പോൾ മോളെ വേറെയും ഒരു കാര്യം ചോദിച്ചില്ല, മോള് ബയോളജിയാണ് ആദ്യം ചെയ്ത് തീർത്തതെന്ന് പറഞ്ഞു. ബയോളജി കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ ഫിസിക്സോ കെമിസ്ട്രിയോ നോക്കിയിട്ടില്ല? ഇല്ല, അങ്ങനെ നോക്കിയിട്ടില്ല. ഒരു കാരണം ഇതൊക്കെ ചോദിക്കുന്നത് ഒരുപക്ഷെ പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് അവരുടെ കൺഫ്യൂഷൻസ് ആണ് ഇതൊക്കെ. ഞാൻ ആദ്യം എല്ലാം കൂടി ഒന്ന് നോക്കിയിട്ടാണോ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റാണ് ആദ്യം നോക്കേണ്ടത്, അങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ് കുട്ടികൾക്കുണ്ട്. അപ്പം മോളിപ്പോൾ പറഞ്ഞത് മോള് ബയോളജി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അതുവരെ മറ്റ് സബ്ജക്റ്റുകൾ എന്താണെന്നോ അതിന്റെ ഡിഫിക്കൽട്ടി ലെവലോ ഒന്നും നോക്കിയിട്ടില്ല. അപ്പോൾ ബയോളജി കുറച്ച് ഡിഫിക്കൽട്ട് ആയപ്പോൾ തന്നെ അപ്പോൾ ഫിസിക്സും കെമിസ്ട്രിയും ഒന്ന് നോക്കിക്കളയാം എന്ന് പോലും തോന്നിയില്ല. ഒരുപക്ഷെ ആ തോന്നലായിരിക്കും ബയോളജി നന്നായിട്ട് ചെയ്യാൻ പറ്റിയത് അല്ലേ? അപ്പോൾ ഈ കെമിസ്ട്രിയിലേക്ക് വന്നപ്പോൾ അറിയാതെ തെറ്റിപ്പോയി എന്ന് മോള് പറഞ്ഞു. അത് പരീക്ഷാ ഹാളിൽ വെച്ച് തന്നെ മോക്കത് മനസ്സിലായോ, അതോ ഇറങ്ങി കഴിഞ്ഞിട്ടാണോ? അയ്യോ ഞാനൊരു ഹറിബറി കഴിഞ്ഞിട്ട് അത് ഒന്നും കൂടെ ആൻസേഴ്സ് വെച്ച് ചെക്ക് ചെയ്തപ്പോ ഹറിബറിയിൽ അശ്രദ്ധ മൂലം തെറ്റിപ്പോയതാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ എന്താ തോന്നിയത് ആ സമയത്ത്? അപ്പോൾ ഫിസിക്സിന് ഞാൻ കുറേ ടൈം എടുത്ത്, പിന്നെ കെമിസ്ട്രിക്ക് ടൈം ഇല്ലാണ്ടാവും എന്ന് വെച്ചിട്ട് സ്പീഡ് ചെയ്തായിരുന്നു. അപ്പൊ അങ്ങനെയാണ് അങ്ങനെ ഒരു മിസ്റ്റേക്ക് വന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, എല്ലാ സബ്ജക്റ്റിനും നമ്മൾ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, ഒന്നിനു മാത്രം കൂടുതൽ സമയം ഉപയോഗിക്കാണ്ടിരിക്കുക. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ പരീക്ഷ ടഫായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച ലെവലിൽ എത്താൻ പറ്റില്ല, പ്രത്യേകിച്ചും ആൻസറൊക്കെ നമ്മൾ കീ ഒക്കെ നോക്കിയപ്പോൾ മോളിപ്പോൾ പറഞ്ഞതുപോലെ നമുക്ക് അയ്യോ തെറ്റിപ്പോയല്ലോ എന്നൊക്കെ തോന്നി. അപ്പോൾ പിന്നെ നമ്മുടെ ഒരു പ്രതീക്ഷ റിസൾട്ടിലേക്കാണ്. അത് എങ്ങനെയുള്ള റിസൾട്ട് ആയിരിക്കും മോൾ എക്സ്പെക്ട് ചെയ്തത്? ലൈക്ക് ഞാനിങ്ങനെ ഒരു സ്റ്റേറ്റിൽ 1ാം റാങ്കുകാരിയായിട്ട് വരും എന്ന് ആ സമയത്ത് കരുതിയിരുന്നോ? എക്സാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഞാൻ ആകെ ഡെസ്പായിരുന്നു. കാരണം ഇത്രയ്ക്ക് ടഫായിരുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. എനിക്ക് മാത്രമാണോ ടഫ്, അതോ എല്ലാവർക്കും ഇങ്ങനെയാണോ, അതൊന്നും അറിയില്ലല്ലോ. പിന്നീട് അത്ര ബുദ്ധിമുട്ടായപ്പോൾ അവിടുന്ന് കോർഡിനേറ്റേഴ്സ് ഒക്കെ വിളിച്ചു, എല്ലാവർക്കും ടഫൊക്കെ തന്നെയാണ്, പൊതുവേ കട്ട് ഓഫ് ഒക്കെ കുറയുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ആശ്വാസം ഉണ്ടായി. എന്നാലും സ്റ്റേറ്റിൽ ഫസ്റ്റ് റാങ്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ അത് അറിഞ്ഞ നിമിഷം അതെങ്ങനെയായിരുന്നു ആക്സെപ്റ്റ് ചെയ്തത്? അറിഞ്ഞ നിമിഷം ഒരുപാട് സന്തോഷം. അമ്മയും അച്ഛനെയൊക്കെ വിളിച്ചു പറഞ്ഞു. അവരെല്ലാവരും വീട്ടിലുണ്ടായിരുന്നില്ല, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരെയും വിളിച്ചു പറഞ്ഞു, പാരന്റ്സും കുടുംബക്കാരും ഒക്കെ വിളിച്ചു. ഒരുപാട് സന്തോഷം, എല്ലാവർക്കും ഒരുപാട് സന്തോഷമാണ്. അപ്പോൾ ഇനി എനിക്ക് അച്ഛനോടാണ് ചോദിക്കാനുള്ളത്. അങ്ങൊരു അധ്യാപകനാണ്, ഒരുപാട് വിദ്യാർത്ഥികളെ കണ്ട് പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ അങ്ങയുടെ മകൾക്ക് ഇത്രയും കാലിബർ ഉണ്ട്, അവൾ ഇങ്ങനെ പഠിക്കും, അവൾക്ക് മെഡിസിൻ വേണം, അത് അങ്ങ് തന്നെ എടുത്ത തീരുമാനമാണോ അതോ കുഞ്ഞെടുത്തതാണോ? പഠിക്കുന്ന കാലത്ത് അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്ന ഒരു രീതി, പ്രത്യേകിച്ച് നിർബന്ധിക്കുകയും ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായിട്ടില്ല. കൃത്യമായിട്ട് പഠിക്കാറുണ്ട്. പിന്നീട് തിരിച്ചറിഞ്ഞത് LSS പരീക്ഷ ചെയ്തപ്പോൾ വളരെ അടുത്ത് ക്വാളിഫയിങ് റാങ്കിൻ്റെ ഒരു മാർക്ക് തൊട്ട് കുറവായിരുന്നു. എന്നാൽ നല്ല പെർഫോമൻസ് ആയിരുന്നു. പിന്നെ USS കിട്ടി. അതിനുശേഷം സയൻസ് ടാലൻറ്റ് സെർച്ച് ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്ക് പോയപ്പോൾ അതിൽ സ്റ്റേറ്റിൽ A ഗ്രേഡ് കിട്ടി. പിന്നെ കലോത്സവമായിട്ട് ബന്ധപ്പെട്ട് മലയാള സാഹിത്യത്തിൻ്റെ ഉപന്യാസ രചനയിൽ സ്റ്റേറ്റിൽ A ഗ്രേഡ് കിട്ടി. അപ്പോൾ അന്നേരമൊക്കെ മനസ്സിലായി ഒരു അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉണ്ടാവുമെന്ന്. പിന്നെ ഫസ്റ്റ് ഇയർ റിസൾട്ട് വന്നപ്പോൾ നല്ല മാർക്ക് സ്കോർ ചെയ്തിരുന്നു. സ്വാഭാവികമായിട്ടും മെച്ചപ്പെട്ട പഠനം നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ മെഡിസിനിലേക്ക് തിരിച്ച് വിട്ടത് ട്യൂഷൻ സെൻറ്ററിൽ പോയിരുന്നു. അപ്പോൾ അറിയപ്പെടുന്ന അധ്യാപകനായിട്ടുള്ള പ്രകാശ് മാഷ്, മാത്സ് അധ്യാപകനാണ്, അദ്ദേഹം എൻ്റെ കൂടി അധ്യാപകനാണ്. അദ്ദേഹത്തിൻ്റെയൊക്കെ സജഷൻസ് ഒരുപക്ഷെ ഇന്ന ഫീൽഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടാവും. സാർ നല്ല ഒരു മോട്ടിവേറ്റർ കൂടിയായിട്ടുള്ള അധ്യാപകനാണ്. അപ്പോൾ സാറിന് ഒരുപാട് പ്രതീക്ഷയുണ്ട്. ഓരോ കുട്ടിയും കഴിവ് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു അധ്യാപകൻ എന്ന രീതിയിൽ അദ്ദേഹത്തിനൊക്കെ സജഷൻസ് സ്വാധീനം ചെലുത്തിയിട്ടുണ്ടാവാം. തീരുമാനം അവസാനം അവൾ തന്നെയാണ് എടുത്തിട്ടുള്ളത്. മകളെടുത്ത തീരുമാനം എത്രത്തോളം ശരിയാണെന്ന് അങ്ങ് ഈ ഒരു സ്ഥലത്ത് ഇവിടെ വന്നിരുന്ന ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ മാത്രമല്ല, അങ്ങ് പറയുണ്ടായി ഒരുപാട് ആൾക്കാർ, ആയിരക്കണക്കിന് ആൾക്കാരാണ് അങ്ങേ വന്ന് കാണുന്നതും ഈ സന്തോഷം പങ്കുവയ്ക്കുന്നതും. നാട്ടുകാരായാലും സമൂഹത്തിൻ്റെ വിവിധ നിലകളിൽ ഉള്ള ആൾക്കാർ ഈ ഒരു വിവരം അറിഞ്ഞിട്ട് അങ്ങേ വന്ന് അഭിനന്ദിക്കുകയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു. ഒരു അച്ഛൻ എന്നുള്ള രീതിയിൽ അത് അങ്ങ് എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത്? വളരെ അഭിമാനം തോന്നുന്നു. ഒരു ഉൾനാടായിട്ടും സമൂഹത്തിൻ്റെ വിവിധ വശങ്ങളിൽ നിന്ന് MLA മാർ, MP മാർ, മന്ത്രിമാരെ വിളിച്ചിട്ടുണ്ട് നേരിട്ട്. ധാരാളം പേര് വീടുകളിലെത്തി അഭിമാനത്തോടു കൂടി മൊമെൻ്റോ കൊടുക്കുന്നു, നല്ല വാക്കുകൾ പറയുന്നു. അവർക്ക് ആഘോഷിക്കുകയാണെന്നാണ് എനിക്ക് തോന്നിയത്. ഒരു ഉൾനാടിൻ്റെ, ഒരു ഗ്രാമത്തിൻ്റെ പ്രത്യേകതയാവാം. വളരെ അധികം ആളുകൾ ഈ റിസൾട്ട് അവരടുത്ത് കൂടി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നാടിൻ്റെത് കൂടിയാണ്, അഭിമാനം തോന്നുന്നു.
അത് ശരിക്കും അത് ഒരു അച്ഛനും അമ്മയും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയൊരു വാക്കുകളായിരിക്കും അല്ലേ? ഒരു കുട്ടിയുടെ വിജയം എന്ന് പറയുന്നത് ഒരു നാട് തന്നെ ഏറ്റെടുക്കുന്നു എന്ന് പറയുമ്പോൾ അതിനപ്പുറം നമുക്കൊന്നും പറയാനായിട്ട് വാക്കുകളില്ല. അപ്പോൾ ഞാൻ എപ്പോഴും നമ്മൾ കുട്ടികൾക്കൊക്കെ ഉള്ള ഒരു സംശയം അവർ പലപ്പോഴും വന്ന് ചോദിക്കാറുണ്ട്, ഞങ്ങൾ ഏത് സിലബസിൽ പഠിച്ചാലാണ് അവരുടെയൊക്കെ എല്ലാ കുട്ടികളുടെ അല്ല എങ്കിൽ പോലും കുറച്ച് കുട്ടികളൊക്കെ പറഞ്ഞു കേൾക്കുന്നത് ഞങ്ങൾ CBSE പഠിക്കണം അല്ലെങ്കിൽ ICSE പഠിക്കണം, അങ്ങനെ ഇന്ന പെർട്ടിക്കുലർ സിലബസിൽ പഠിച്ചാലേ നമുക്ക് കിട്ടുമെന്നൊക്കെയാണ്. പക്ഷെ അതിനെല്ലാം ഒരു അങ്ങനെയൊന്നും അല്ല. നമുക്ക് ഇന്ന് രാവിലെ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ എങ്ങനെ പഠിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു അച്ഛൻ എന്നുള്ള രീതിയിൽ ആ പഠനത്തിലേക്ക് എങ്ങനെ പഠിക്കണം എന്നുള്ളത് ഈ മകളിലേക്ക് എത്തിച്ചത് എങ്ങനെയാണ്? പഠിക്കുന്ന രീതി അത് ആഴത്തിൽ പഠിക്കുക, മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഹയർ സെക്കൻഡറി സിലബസ് പഠിച്ചിട്ട് ഫുൾ മാർക്ക് കിട്ടിയ കുട്ടി ഒരുപക്ഷെ മെഡിസിൻ എഴുതിയിട്ട് വേണ്ടത്ര റാങ്കിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. കഴിവില്ലായിട്ടല്ല, പഠിക്കുന്ന രീതിയിലുള്ള വ്യത്യാസമാണ്. ആഴത്തിൽ പഠിക്കുക, അതിൻ്റെ അപ്ലിക്കേഷൻ രീതിയിലേക്കായിരിക്കും സ്വാഭാവികമായിട്ടും മത്സര പരീക്ഷ ആയതുകൊണ്ട് ചോദ്യങ്ങൾ ഉണ്ടാവാം. അപ്പം പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ട് പഠിച്ചാൽ മാത്രമാണ് ഏത് മത്സര പരീക്ഷയായാലും നല്ല റാങ്കിലേക്ക് എത്താൻ കഴിയുക. അമ്മയും അധ്യാപികയാണ്. അപ്പോൾ അച്ഛൻ പഠനകാര്യത്തിൽ എങ്ങനെ പഠിക്കണം എന്നൊക്കെയുള്ള കൃത്യമായി വഴികാട്ടിയ ആളാണ്. അമ്മയും പഠനകാര്യത്തിൽ ഡെഫിനറ്റ് ആയിട്ടും വഴികാട്ടിയിട്ടുണ്ട്. പക്ഷേ അമ്മമാർ കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു മാനസികമായി കുട്ടികളുമായിട്ട് അച്ഛന്മാരങ്ങനെ അല്ലാന്നല്ല എങ്കിൽ പോലും മോളുടെ ഉയർച്ച താഴ്ചകളിലും ഒരുപക്ഷെ കുറച്ചുകൂടെ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് അമ്മയായിരിക്കും. അത് ഞാനൊരു അമ്മ ആയതുകൊണ്ട് പറയുന്നതാണോ എന്ന് അറിയില്ല. എങ്കിൽ പോലും മാം എങ്ങനെയാണ് അത് മോള് ഈ പറയുന്ന പോലെ എപ്പോഴെങ്കിലും ഒക്കെ മാർക്ക് കുറഞ്ഞപ്പോഴോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒക്കെ വിഷമിച്ചിട്ടുണ്ടാകുമല്ലോ, ആ സമയത്തൊക്കെ അമ്മയായിരിക്കുമല്ലോ ആദ്യം വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ ആ സമയത്ത് അമ്മ എങ്ങനെയാണ് അതൊക്കെ മാറ്റി മോളതെ ഈ ഒരു പൊസിഷനിലേക്ക് കൊണ്ടെത്തിച്ചത്? അതെ, ഇവള് ഈ ചെറിയ രീതിയിലൊരു ഹോം സിക്നെസ് ഉള്ള ഒരു ടൈപ്പാണ്. അപ്പൊ ഹോസ്റ്റലിൽ വിട്ടപ്പോ ആദ്യമൊന്നും പ്രശ്നമില്ലായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ഇങ്ങനെ ആഴ്ചയിലൊക്കെ വിളിക്കും, ചെറിയ ചെറിയ പ്രയാസങ്ങൾ പറയും. അപ്പൊക്കെ ഞാൻ പറഞ്ഞു അവിടെ നിൽക്കുന്നില്ല എന്നല്ല, പഠിക്കാനുള്ളതും പരീക്ഷ എക്സാം ഒക്കെ വരുമ്പോൾ അപ്പൊ പിന്നെ അങ്ങനെ ഓരോ കാര്യം ഉണ്ടപ്പോൾ വിളിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു സപ്പോർട്ട് അവർക്ക് കൊടുത്തിരുന്നു. പിന്നെ വലിയ പ്രശ്നമില്ലാതെ എക്സാം ഒക്കെ വന്നപ്പോൾ നന്നായിട്ട് എഴുതി. മിക്കവാറും എക്സാമിൽ ടോപ്പ് റാങ്കിലൊക്കെ വന്നിരുന്നു. 1-2 എക്സാമിനാണ് 200ന്റെ എബോവ് ഒക്കെ റാങ്ക് പോയത്. അപ്പോഴും പക്ഷെ അവൾക്ക് അത് അത്ര ടെൻഷനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അവള് കോൺഫിഡന്റ് ആയിരുന്നു. അതൊരു എന്ത് കാരണം കൊണ്ട് നഷ്ടപ്പെട്ടു എന്ന് അറിയായിരുന്നു. പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോ എന്താ ഈ 2025 പരീക്ഷ എഴുതി കഴിഞ്ഞു വന്നപ്പോ ആദ്യത്തെ പ്രതികരണം എന്തായിരുന്നു? 2025 പരീക്ഷ കഴിഞ്ഞിറങ്ങിയപ്പോൾ വളരെ ഡെസ്പായിരുന്നു. അപ്പൊ നമ്മളും അതെ, അറിയുന്നില്ലല്ലോ മൊത്തത്തിലുള്ള എന്താണ് അവസ്ഥ എന്ന്. അപ്പോൾ അന്ന് വീട്ടിലൊക്കെ വലിയ പ്രശ്നമായിരുന്നു, ടെൻഷൻ അടിച്ചിട്ട്. പക്ഷെ പിറ്റേ ദിവസം തന്നെ ബ്രില്യൻ്റ് ഡയറക്ടറും പിന്നെ ഇവിടെ ആതിര മിസ്സൊക്കെ വിളിച്ചു. പൊതുവേ ഉള്ള അവസ്ഥ ഇതാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഒന്ന് റെഡിയായി വന്നിട്ടുള്ളത്. പിന്നെ നമുക്കത് കോൺഫിഡൻ്റ് ആയി. എല്ലാ സ്ഥലത്തും എല്ലാ കുട്ടികളും അനുഭവിച്ച പ്രശ്നമാണ്, ഇവളത് മാത്രമല്ലാന്ന്. അപ്പോൾ ഒരു നല്ല പൊസിഷൻ റാങ്ക് കിട്ടും അന്നേരം ഒരു പ്രതീക്ഷ. പക്ഷെ സ്റ്റേറ്റിൽ 1 ആവുന്നുള്ള പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. എന്നാലും ഇന്നിപ്പോൾ സ്റ്റേറ്റിൽ ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ച് വീടിനും നാടിനും നല്ല, എനിക്ക് തോന്നുന്നു മലയാളികൾക്ക് മുഴുവൻ അഭിമാനമായിട്ടാണ് മോളിരിക്കുന്നത്. അപ്പോൾ ഒരു അമ്മയുടെ വാക്കുകൾ ഇനിയുള്ള മക്കളോട്, അല്ലെങ്കിൽ ഇനി ഒരുപാട് അമ്മമാർ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അവർക്കായിട്ട് എന്താ പറയാനുള്ളത്? നമ്മൾ ഇത് ഒരു മത്സര പരീക്ഷയാണല്ലോ. ഇതിന് തയ്യാറെടുക്കുമ്പം ചില സമയങ്ങളിൽ മാർക്ക് താണു പോവുകയും എന്തെങ്കിലും അബദ്ധങ്ങളൊക്കെ വരാം. പക്ഷെ നമ്മളത് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുക. ഒരു തവണ എക്സാമിന് മാർക്ക് കുറഞ്ഞു പോകുമ്പോൾ അതൊരു വലിയ പ്രശ്നമായി നമ്മൾ എടുക്കരുത്. ഇപ്പോഴും നമുക്ക് മാനസികമായിട്ടൊരു സപ്പോർട്ട് ഇവർക്ക് കൊടുക്കുക, നല്ല വിജയം കിട്ടും എന്നുള്ള രീതിയിൽ അവരെ ഒന്ന് കോൺഫിഡൻ്റ് ആക്കുക. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റും. താഴ്ചകൾ ഉണ്ടാകാതെ ഇരിക്കുക എന്നുള്ളതല്ല വിജയത്തിൻ്റെ ഒരു വഴി. എത്രമാത്രം നമ്മൾ താഴെ പോകുന്നു അതിനനുസരിച്ച് കയറി വരിക എന്നുള്ളതാണ്. ഇപ്പോൾ അമ്മയും പറഞ്ഞത് അതാണ്. നമ്മൾ പാരൻസ് എങ്ങനെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ള കാര്യമാണ് അമ്മയും പറഞ്ഞത്. അച്ഛനും ആ വഴി കാട്ടിക്കൊടുത്തത് എങ്ങനെയാണെന്നാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ഒരു കുഞ്ഞനിയൻ ചേച്ചിയുടെ വിജയാഘോഷങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ വളരെ എക്സൈറ്റഡ് ആയിട്ട് ഇരിപ്പുണ്ട്. നമ്മുടെ ദീപ്നയുടെ കൊച്ചനുജനാണ്, 8ാം ക്ലാസ്സുകാരൻ. അപ്പോൾ മോനോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം. മോനെ പേരെന്നാടാ? ദീപ് ദേവ്. അപ്പോൾ സ്കൂളിലൊക്കെ ഇപ്പോൾ വളരെ അഭിമാനത്തോടെയാണല്ലോ പോകുന്നത് അല്ലേ? ചേച്ചി ഇത്രയും വലിയൊരു വിജയമൊക്കെ നേടി. അതെങ്ങനെയാണ് മോനെ സ്കൂളിലൊക്കെ ചെന്ന് ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ എങ്ങനെയാണ് പറയുന്നത്? ഇങ്ങോട്ട് വന്ന് ചോദിക്കും. എല്ലാവരും വന്ന് ചോദിച്ചു റാങ്ക് കിട്ടിയപ്പോൾ? ചെലവ് വേണമെന്ന് പറയും. ചെലവ് വേണമെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് കൊടുത്തോ? ചെലവൊക്കെ കൊടുത്തു. സന്തോഷമായോ? ചേച്ചി പഠിക്കുമ്പോൾ തല്ലുണ്ടാക്കാൻ പോകാറുണ്ടായിരുന്നോ? ഇടയ്ക്കൊക്കെ പോകാറുണ്ടായിരുന്നു അല്ലേ? എന്നിട്ടും ചേച്ചി പഠിച്ചു അല്ലേ? ചേച്ചി ഇഷ്ടമാണോ ഭയങ്കര? കളിക്കാൻ വരാതെ ചേച്ചി കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് പഠിക്കുമ്പോൾ ദേഷ്യം തോന്നാറുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഇപ്പൊ പക്ഷെ എന്ത് തോന്നണു? സന്തോഷം. ഇപ്പൊ സന്തോഷം തോന്നണു അല്ലേ?
മോനെ ചേച്ചി പഠിക്കുന്നതൊക്കെ കുറെ നാൾ കണ്ടിട്ടുണ്ടല്ലോ മോനെ അല്ലേ? ചേച്ചി കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് പഠിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ മോന് ഇപ്പൊ കളിക്കാൻ വരാത്തതിൽ ഇടയ്ക്ക് ദേഷ്യമൊക്കെ തോന്നുന്നുണ്ടെങ്കിലും ആ ഒരു പഠിത്തം കണ്ടപ്പോ മോൻ എന്താണ് തോന്നണേ? എനിക്കും അങ്ങനെ നന്നായിട്ട് പഠിച്ച് ഒരു എനിക്കും അങ്ങനെ ആവണം, എനിക്ക് പഠിക്കണം എന്ന് തോന്നുന്നുണ്ട്, ചേച്ചിയെ പോലെ ആകണം എന്ന്. ഇപ്പൊ കുറേ ആൾക്കാർ ഇപ്പൊ അച്ഛൻ പറഞ്ഞ പോലെ MLA-മാരും MP-മാരും നാട്ടിലുള്ളവരും എല്ലാം വീട്ടിൽ വരുന്നുണ്ട് അല്ലേ? അതൊക്കെ കാണുമ്പോൾ ഇനി ഒരു 2-3 വർഷം കഴിയുമ്പോൾ എന്നെയും ഇതുപോലെ കണ്ടുവരണം, ആൾക്കാരൊക്കെ വരണം എന്ന് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ട്. മോളെ, ഈ ഒരു അഭിമാന നിമിഷത്തിൽ ഞാൻ തുടക്കത്തിൽ ചോദിച്ചതുപോലെ തന്നെ അതൊരു ചെറിയൊരു യാത്രയല്ലായിരുന്നു, ഒരുപാട് ദുഷ്കരമായ ഒരു യാത്രയായിരുന്നു. ആ യാത്ര ഏറ്റവും വിജയകരമായി കംപ്ലീറ്റ് ചെയ്ത ഒരാളിന് ആ യാത്രയിൽ ഇപ്പോൾ ആ യാത്രയുടെ തുടക്കക്കാരാണ് ഇപ്പോൾ ബ്രില്യൻറ്റിൻ്റെ പല സെൻറ്ററുകളിലും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ തുടക്കക്കാരോട് യാത്ര ഏറ്റവും നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്ത ഒരാളിന് എന്തായിരിക്കും പറയാനുള്ളത്? ഇത്ര കാലം നിങ്ങൾ എങ്ങനെ പഠിച്ചു അല്ലെങ്കിൽ എവിടെ പഠിച്ചു അതൊന്നും കാര്യമാക്കുന്നില്ല. ഇനി ഈ ഒരു വർഷം നമ്മൾ എടുക്കുന്ന എഫോർട്ട് അതാണ് നമ്മുടെ റിസൾട്ട് കാണിക്കുന്നത്. ഒട്ടും ടെൻഷൻ ഇല്ലാതെ പഠിക്കുക, ഫ്രീ ആയിട്ടിരുന്ന് ചെറിയ ബ്രേക്കൊക്കെ എടുത്ത് പഠിക്കുക, പഠിക്കുന്ന സമയം മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന് പഠിക്കാൻ ശ്രമിക്കുക. മറന്നു പോകുന്ന പാർട്സൊക്കെ ആണെങ്കിൽ അത് ചെറിയ നോട്ട്സൊക്കെ ആക്കി എഴുതി മാറ്റി വെക്കുക, പിന്നെയും റിവൈസ് ചെയ്യുക. ഒരുപാട് മോഡൽ എക്സാംസ് എഴുതുക. എക്സാംസ് തന്നെയാണ് ഇതിൻ്റെ ഒരു മെയിനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഫ്രീ ആയിട്ടിരിക്കുക. ഓൾ ദ ബെസ്റ്റ്. Brilliant Study Center, India's #1 coaching center for NEET and JEE.